ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ലണ്ടൻ ട്രിപ്പ് ഒരു 1.5 ദിവസം കൊണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലർക്കും ഒത്തിരി ആഗ്രഹമുള്ളവരുണ്ട്. ഇവിടെ ലണ്ടനിൽ വന്നു കഴിഞ്ഞിട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഗൈഡൻസോ അല്ലെങ്കിൽ എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ലണ്ടൻ ട്രിപ്പിന് പോകണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഓഫ് കോഴ്സ് എക്സ്പെൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്നാലും നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലണ്ടൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞിടയിൽ ഒരു 3 days ലണ്ടൻ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ ഇപ്പം എൻ്റെ മോന് ചെറിയ കുട്ടിയാണ്. സോ അങ്ങനെ ചെറിയ കുട്ടികളുള്ളവർക്ക് ഒരു 3 complete days പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അപ്പം ഫസ്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം, ഓരോ ഡേയ്സും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈം, ഡെസ്റ്റിനേഷൻസ്, പിന്നെ എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പ്ലാൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബഡ്ജറ്റ്, അതായത് നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു കോംബോ പാക്ക് ഉണ്ടോ, അങ്ങനെ ഇവിടെ UK നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ട്രാവൽ ചെയ്യണമെങ്കിൽ ഒത്തിരി ആപ്സുകൾ ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. AIs ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. സോ നമ്മൾ നമുക്കുള്ള സോഴ്സസ് ഒക്കെ വെച്ച് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നല്ല ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റും. സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പോകേണ്ട ഡെസ്റ്റിനേഷൻസ് എല്ലാം പ്ലാൻ ചെയ്തു. അതിന് ശേഷം ഞാൻ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓൾറെഡി മീൻസ് ഓരോ സ്ഥലത്തും പോകേണ്ടതിന് ലൈക്ക് ലണ്ടൻ്റെ മെയിൻ അട്രാക്ഷൻസ് ലണ്ടൻ ഐ, അങ്ങനെ പിന്നെ എന്തൊക്കെയായിരുന്നു, മാഡം തുസാഡ് മ്യൂസിയം, പിന്നെ ഷാഡ്, അങ്ങനെ പല അട്രാക്ഷൻസ്, ലണ്ടൻ സൂ, ബക്കിംഗ്ഹാം പാലസ്, പിന്നെ എന്താ പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റീസ് ഗാർഡ്സ് ചേഞ്ച് ചെയ്യുന്ന അതൊക്കെ നമ്മൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. സെപ്പറേറ്റ് ഫീസ് 30 to 45 pounds ഒക്കെയാണ് ചിലയിടത്ത് ഫീസ് വരുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഫീസ് പേ ചെയ്ത് പോകുന്നത് നമുക്കൊരു ഭയങ്കര ചിലപ്പോൾ നമുക്ക് ഒത്തിരി പൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും പലരും മടിക്കാറുണ്ട്. സോ ഞാൻ പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ഞങ്ങൾ ചൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ഇൻക്ലൂസീവ് പാസ്സാണ്. പക്ഷേ ഈ ഓൾ ഇൻക്ലൂസീവ് പാസ് എന്ന് പറഞ്ഞാൽ ഒരു ലണ്ടൻ പാസ്സാണ്. നിങ്ങൾക്ക് ഗോ സിറ്റി ആപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഇൻക്ലൂസീവ് പാസ് 1 to 10 days നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 1 to 10 days വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ് നമ്മുടെ മണിക്കനുസരിച്ച് പാസ് എടുക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഒരു 1 full day ഓൾ ഇൻക്ലൂസീവ് പാസ് മാത്രമാണ് എടുത്തത്. ആ 1 full day ഓൾ ഇൻക്ലൂസീവ് പാസിനകത്ത് 104 pound ഒരാൾക്ക് കാണിച്ചത്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ വരുമ്പോഴത്തേനും അവർക്ക് ഓൾമോസ്റ്റ് 75 pound കുട്ടികൾക്ക്. അപ്പം ഞങ്ങൾ ടോട്ടൽ 5 പേരുണ്ടായിരുന്നു, 3 അഡൽസും 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് ആയതെന്ന് പറഞ്ഞാൽ 450 pound ഞങ്ങൾക്ക് ആകെ കോസ്റ്റ് ആയത് ഫുൾ ഡേ പാസിന്. പിന്നെ ഈ ഫുൾ ഡേ പാസ് കൂടാതെ അപ്പോൾ ഫുൾ ഡേ പാസിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് എല്ലാ അട്രാക്ഷൻസും നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്, പിന്നെ മെയിൻ അട്രാക്ഷൻസ് ലൈക്ക് മാഡം തുസൈഡ് മ്യൂസിയം, പിന്നെ നിങ്ങൾക്ക് ലണ്ടൻ ഐ, ഷാർഡ് വ്യൂ, പിന്നെ ഊബർ ബോട്ട്, അങ്ങനെ അപ്പോയിൻമെൻറ്റും ഫീസും വേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ലണ്ടൻ സൂ, അക്വേറിയം, ഇതെല്ലാം അട്രാക്ഷൻസ് വേണ്ടുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾക്ക് പോകാൻ പറ്റും. ബട്ട് 1 day കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് മെയിൻ അട്രാക്ഷൻസ് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഒരു 3 days ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അതിനകത്ത് 1 day കംപ്ലീറ്റ് ട്രിപ്പും
അനദർ 2 days ഞങ്ങൾ ഒരു ഹാഫ് ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു 3rd ഡേ ഇപ്പോൾ ലണ്ടൻ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി നടപ്പ് നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും അതിനനുസരിച്ച് നടക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു ഇപ്പോൾ എൻ്റെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ കുറേ നടന്ന് കഴിയുമ്പോൾ അവൻ മടുത്തു. അപ്പം അവനെ ക്യാരി ചെയ്ത് അങ്ങനെ നടക്കാൻ വരുമ്പോഴത്തേനും ശരിക്കും നമുക്കൊരു എന്താ പറയുന്നത്, പിന്നെ നമുക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസും കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുമ്പം ശരിക്കും ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓൾവേസ് ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഞങ്ങൾ ഓൾറെഡി പോയതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അവരിൽ നിന്നുള്ള എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് ട്രിപ്പ് ഇങ്ങനെ പോയത്. സോ ഞങ്ങൾ ചെന്ന ദിവസം ഇവിടുന്ന് രാവിലെ ഞങ്ങൾ ട്രെയിനിൽ പോയി അവിടെ അതിനുശേഷം ഒരു ഉച്ചയായപ്പം എല്ലായിടത്തും തന്നെ നമുക്ക് ചെക്ക് ഇൻ വരുന്നത് 2 o'clock ആണ്. അപ്പം 2 o'clock ചെക്കിങ് ചെയ്തു. അവിടെ ചെന്നൊരു 1 hour ഞങ്ങൾ റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ അവിടെ അന്ന് നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ട്രഫാൽഗർ സ്ക്വയർ, പിക്കാഡില്ലി സർക്കസ്, പിന്നെ അതുപോലെ തന്നെ ചൈന ടൗണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ശരിക്കും പോയത്. അപ്പം അന്ന് കുറച്ച് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. പിള്ളേർ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് ട്യൂബ് പിടിച്ച് പോകേണ്ടടുത്ത് ഞങ്ങൾ ഓൾറെഡി പോയി ടാക്സി എടുത്തു. അതും അങ്ങനെ ടാക്സി എടുത്ത് പോവാതിരിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ലണ്ടൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് ട്രാഫിക് ലൈറ്റുകളുണ്ട്. പിന്നെ എന്താ പറയുന്നത്, സോ നമ്മൾ 30 മിനിറ്റ് കൊണ്ട് പോയി വരേണ്ടത് നമ്മൾ 1.5-2 മണിക്കൂർ എടുത്തേ അവിടെ ചെല്ലുള്ളൂ. സോ ബെറ്റർ ഒരിക്കലും ടാക്സി പിടിച്ച് നമ്മൾ പോവരുത്. നമ്മൾ ട്യൂബോ അല്ലെങ്കിൽ ട്രെയിനോ ഒക്കെ ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ട്രെയിൻസ് ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റും. അവിടെ ചെന്ന് നമ്മളിങ്ങനെ നടന്ന് ആ അട്രാക്ഷൻസ്, അതായത് ചൈന ടൗണൊക്കെ നമ്മൾ ശരിക്കും നടന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ഈ വ്ളോഗിൽ തന്നെ പറ്റുവാണെങ്കിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഇല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ ഞാൻ ഇതിൻ്റെ അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ.